ഇതിനെ കൊണ്ട് നമ്മൾ ഒരാളെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇതിലാണ് ഈ ഒരു അടി അടിച്ചാൽ തലക്ക് കിട്ടിക്കഴിഞ്ഞാൽ തല എന്തായാലും പോകണം. ചിലത് നമ്മളിപ്പോൾ ഇതിലേക്ക് തിരിച്ച് അടിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്താ കിട്ടുകയാണെങ്കിലും ആള് ആ സ്പോട്ടിൽ മരിക്കും. ഇത് പഠിച്ച ഒരു വ്യക്തി ഒരു കാരണവശാലും ഒരാളെയും ഉപദ്രവിക്കും. ഇതിൻ്റെ ഈ ചങ്ങലക്ക് പകരം കുതിരയുടെ വാലാണ്. കാരണം ജപ്പാനിൽ അവർ ആദ്യം ഉപയോഗിച്ച സാധനം ഈ ചങ്ങലക്ക് പകരം കുതിര വാലാണ്. കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നു പറയാൻ കാരണം മയക്കുമരുന്ന് മാഫിയകളാണ് ഇതിനൊക്കെ പിന്നിലുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ എത്ര നല്ല ആളായാലും മൈൻഡ് മാറിയോ അയാൾ കൊലപാതകയോ മറ്റുള്ള ഏത് ഇതിലേക്കും. ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് താമരശ്ശേരി സ്കൂളിലുള്ള വിദ്യാർത്ഥിയുടെ ദാരുണമായിട്ടുള്ള കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ ഗാങ് വാർ, അതിൽ അപകടകരമായിട്ടുള്ള നെഞ്ചക്ക് പോലെയുള്ള ആ മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിന്ന് സംസാരിക്കുന്നത് നെല്ലാച്ചേരി സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കരാട്ടെ അധ്യാപകൻ കുട്ടികൾക്ക് കരാട്ടെ പരിശീലിപ്പിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ PTA-യുടെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നതാണ്. നമുക്കൊപ്പം നെല്ലാച്ചേരി സ്കൂളിൽ കരാട്ടെ പരിശീലിപ്പിക്കുന്ന കനകരാജ് സാറാണുള്ളത്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ മാഷെ, ഞങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാഷിനെ സ്കൂൾ സമീപിക്കാനുള്ള ഒരു കാരണം, ഇപ്പോൾ താമരശ്ശേരി നടന്നിട്ടുള്ള ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവം, സ്കൂൾ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് നെഞ്ചക്ക് കൊണ്ട് തലക്ക് അടികിട്ടിയിട്ടാണ് മരണപ്പെട്ടതെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് മാഷിന് എന്താ പറയാനുള്ളത്? അതായത് നെഞ്ചക്ക് എന്ന് പറഞ്ഞ സംഭവം ഇത് കുബുഡോ എന്ന് പറഞ്ഞ വെപ്പൺസിൽ പെട്ടതാണ്. കുബുഡോ എന്ന കരാട്ടെ വേറെയാണ്, കുബുഡോ വേറെയാണ്. കുബുഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെപ്പൺസ് ആയുധങ്ങളിൽ പെടുന്നതാണ്. കരാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ കാല് നമ്മുടെ ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് കരാട്ടെ. അപ്പോൾ ഈ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം അത്രയും പവർഫുൾ സാധനമാണ്. കാരണം നമ്മളിപ്പോൾ ഒരാളെ അടിക്കുകയാണെങ്കിൽ അയാളെ തലയോട്ടി എന്തായാലും പൊട്ടും. കാരണം അത്രയും പവർ നമ്മളൊരു സ്റ്റിക്ക് കൊണ്ട് അടിക്കുന്നതിനെക്കാട്ടും എത്രയോ 10 മടങ്ങ് പവർ ഈ നെഞ്ചക്ക് കൊണ്ടുണ്ട്. അപ്പോൾ ഈ നെഞ്ചക്ക് എന്ന് പറഞ്ഞാൽ അയോധന കല, നമ്മുടെ ഇപ്പോൾ നാട്ടിൽ കളരിയിൽ ഇപ്പം ഉറുമി, വാള്, ഇത് അതേപോലെ ജപ്പാനിലുള്ള ഒരു അയോധന കലയാണ് ഈ കുബുഡോ. ഈ കുബുഡോയിൽ പെട്ടതാണ് ഈ നെഞ്ചക്ക്, ഒരു ആയുധം നെഞ്ചക്ക്. ഇത് ശരിക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നെഞ്ചക്ക് വന്നതെന്ന് അറിവ് ഇതിൻ്റെ ഈ ചങ്ങലക്ക് പകരം കുതിരയുടെ വാലാണ്. കാരണം ജപ്പാനിൽ അവർ ആദ്യം ഉപയോഗിച്ച സാധനം ഈ ചങ്ങലക്ക് പകരം ഇതിന്റെ ഈ സാധനം കുതിരവാലാണ്. ബാക്കി വുഡ് കൊണ്ടുള്ള സാധനമാണ് ഇതിന്റെ. അത് പിന്നീടാണ് ഈ ചങ്ങലയായിട്ട് മാറിയത്. ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ട് നമ്മൾ ഒരാളെ ചെയ്യുമ്പോൾ ഇതിപ്പോ ഇതിലാണ് ഈ ഒരു അടി അടിച്ചാൽ തലക്ക് കിട്ടിക്കഴിഞ്ഞാൽ തല എന്തായാലും പോകണം. ചിലത് നമ്മളിപ്പോൾ ഇതിലേക്ക് തിരിച്ച് അടിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്താ കിട്ടുകയാണെങ്കിലും ആള് ആ സ്പോട്ടിൽ മരിക്കും. കൊടുക്കുന്ന ഫോഴ്സ് അത്രയും. ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഒരാളെ അടിക്കുന്നത്. അതിപ്പോ അത്രയും പവറിലാണ് ഈ സാധനം പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ച ഒരു വ്യക്തി ഒരു കാരണവശാലും ഒരാളെയും ഉപദ്രവിക്കില്ല. ശാരീരിക ഉപദ്രവം ചെയ്യാനുള്ള ആ സാധനമല്ല ഇത്. നമ്മുടെ സുരക്ഷയ്ക്ക് മാത്രം പഠിക്കുന്ന ഒരു സാധനമാണ് ഈ നെഞ്ചക്ക് പോലെയുള്ള. നെഞ്ചക്കുണ്ട്, ബോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, സായി എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ യക്കു, കാമ എന്ന് പറഞ്ഞ ഒരു കുറേ വെപ്പൺസ് അതെല്ലാം ജപ്പാനിൽ വികസിപ്പിച്ചുകൊണ്ടുവന്ന അടുത്ത ഒരു ആയോധന കലയാണ് അത് പിന്നെ നമ്മുടെ എല്ലാ രാജ്യത്തും ഇപ്പം നമ്മുടെ കേരളത്തിലും എല്ലാവരും എത്തി. അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്താണ് സാധനം, ഇതിനെ കൊണ്ട് അടിച്ചാൽ എന്താണ്. കാരണം നമ്മളിപ്പോൾ ഇതിനെ കൊണ്ട് ഒരാളെ അടിച്ച് അയാൾ മരിച്ചാൽ നമ്മൾ എന്തായാലും ജയിലിൽ കിടക്കണം. അത് നമ്മൾ എത്ര വലിയ ആളായാലും. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിപ്പം കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നു പറയാൻ കാരണം ഇപ്പം ഉള്ള പ്രശ്നങ്ങൾ മയക്കുമരുന്ന് മാഫിയകളാണ് ഇതിനൊക്കെ പിന്നിലുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ എത്ര നല്ല ആളായാലും മൈൻഡ് മാറിയോ അയാൾ കൊലപാതകയോ മറ്റുള്ള ഏത് ഇതിലേക്കും. ഈ ആയോധന കലകൾ പരിശീലിക്കുന്നതിന് കൂടെ തന്നെ ചില കുട്ടികൾ മയക്കുമരുന്നിന്റെ പിടിയിലാകുന്നതുകൊണ്ടാണ് ഈ ഒരു ആത്മനിയന്ത്രണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത്. പിന്നീട് എന്താണെന്ന് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ കാണുന്നില്ലേ, സ്വന്തം ഉമ്മാനെ വരെ വെട്ടിക്കൊല്ലുന്ന ആ കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ മയക്കുമരുന്ന് ലോബി കുടിമുറുക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ദുരുപയോഗം. കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സാധനങ്ങൾ ഈ നെഞ്ചക്ക്. ഇതുവരെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു കുട്ടിയെ
ഇതിനെ കൊണ്ട് അടിച്ച് കൊല്ലുന്നത് പറയാന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ നെഞ്ചക്ക് ഇപ്പോൾ അപകടകരമായിട്ടുള്ള രീതിയിൽ കുട്ടികൾ ഉപയോഗിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയൊരു ദുരനുഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് റെസ്ട്രിക്ട് ചെയ്യുക അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഞ്ചക്ക് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഡോജോ എന്ന് പറയാൻ നമ്മൾ ഒരു ക്ലാസ്, ഇപ്പോൾ ഡോജോ എന്നാണ് നമ്മൾ ഭാഷയിൽ പറയുന്നത്, ജാപ്പനീസ് ഭാഷയാണ് ഡോജോ. അപ്പോൾ ഈ ഡോജോയിൽ മാത്രമേ കളിക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഈ സാധനം മാരകായുധത്തിൽപ്പെട്ടൊരു സംഭവമാണ്. കാരണം കുബുഡോ എന്ന് ആയോധന കല പഠിച്ച വ്യക്തി, അയാൾ സർട്ടിഫിക്കറ്റ് അയാൾക്കുണ്ടോ, അയാൾ മാത്രമേ ഈ ക്ലാസ് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ചെയ്യാത്തത് കൊണ്ടാണ് പല ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് പഠിച്ച് പല കുട്ടികൾക്കും ഈ ക്ലാസ്സും കൊടുക്കും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ശരിക്കുള്ള നിയമവശങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ മാഷെ, ഇപ്പോൾ പല ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഈ നെഞ്ചക്ക്. നമ്മൾ കളരിപ്പയറ്റിൽ വാൾപ്പയറ്റുണ്ട്, കടാരപ്പയറ്റുണ്ട്. അപ്പോൾ രണ്ടുപേര് തമ്മിൽ ഇത് വെച്ച് പയറ്റുന്ന മത്സരമാണ്. അപ്പോൾ അതുപോലെ ഈ നെഞ്ചക്ക് രണ്ടാളുകൾക്ക് നെഞ്ചക്ക് ഉപയോഗിച്ചിട്ട് മത്സരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഈ പറയുന്ന അസോസിയേഷൻ്റെ മത്സര ഇനങ്ങളിൽ അങ്ങനെ ഒരു ഇനം ഉണ്ടോ? ഇല്ല, ഞാൻ പഠിച്ചത് കുറേ വർഷങ്ങൾ, ഇപ്പോഴും ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നെഞ്ചക്ക് ഒരാൾ കൈകൊണ്ട് ഉപയോഗിക്കാന്നല്ലാതെ രണ്ടാൾക്കാർക്ക് തമ്മിൽ ഇതിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നെഞ്ചെ കൊണ്ട് കഴിയില്ല. കാരണം എന്തായാലും ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് കുടുങ്ങാന്നല്ലാതെ വേറെ ഒന്നും നടക്കില്ല. കാരണം ഇതിപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കൈയിലും വെച്ചിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇതിപ്പോൾ ഇത് ചെയ്ത് നമുക്കിത് ചെയ്ത് ഇത് ചെയ്ത് ഇതൊക്കെ ചെയ്യാം. അല്ലാതെ രണ്ട് ആളും ഇതിനെ കൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് അടിക്കുമ്പോൾ ഈ അടിച്ചു കഴിഞ്ഞാൽ തമ്മിൽ മുട്ടിപ്പോവും. ഇതിപ്പോൾ ഒരു മിനിറ്റ് അപ്പോൾ കണ്ടില്ല തട്ടി അങ്ങോട്ട് പോകുന്നുള്ളൂ. അല്ലാണ്ട് അതിനെ കൊണ്ട് വേറെ ഒരു കാര്യമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ നെല്ലാച്ചേരി സ്കൂളിൽ വന്നപ്പോൾ അവിടുത്തെ ടീച്ചറെടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പെൺകുട്ടികൾക്കടക്കം ഈ പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവർക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ആത്മധൈര്യം കിട്ടാനൊക്കെ ഇത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് അവർ പെൺകുട്ടികൾക്കും ഈ ഒരു പരിശീലനം കൊടുക്കുന്ന കൂട്ടത്തിൽ, അങ്ങനെ വേർതിരിവില്ലാതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്നതാണ് മാഷ് വിചാരിക്കുന്നത്? കാരണം നമ്മൾ കരാട്ടെ എന്ന ഈ ഒരു ആയോധന കല കാരണം എല്ലാവരും പഠിക്കണം. ഞാൻ പറഞ്ഞു, കുട്ടികളും മാത്രമല്ല, മുതിർന്നവരും സ്ത്രീകളും. അതായത് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കെതിരെ കുറേ പീഡനങ്ങൾ വരും, അതേപോലെ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു കരാട്ടെ എന്ന ആയോധന കല, അതേപോലെ തന്നെയുള്ള മറ്റുള്ള ആയോധന കലയും ഒരു കലയായിട്ട് ഞാൻ ആയോധന കല കരാട്ടെ മാത്രമേ പറയുന്നുള്ളൂ. മറ്റുള്ള ഇപ്പോൾ കളരിയിലായാലും നമ്മുടെ ഇപ്പോൾ മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തിലുള്ള ഒരു സംഭവം കാര്യമായതാണ് കളരി. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ ഇടിക്കാൻ വരുമ്പോൾ നമുക്ക് അതിന് പ്രതിരോധിക്കാനുള്ളൊരു കഴിവ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കരാട്ടെ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ കയറി ഇവിടെ ഈ ഭാഗത്ത് ഇടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരാൾ നമ്മളിങ്ങനെ കയറി പിടിക്കാൻ വരുന്നത്, ഇപ്പോൾ എന്നെ കയറി പിടിക്കാൻ വരുന്നത്, അപ്പോൾ ഞാൻ പെട്ടെന്ന് പിടിച്ചോ അത് നമുക്ക് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഓട്ടോമാറ്റിക്കായി വരും. കാരണം പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഒരു പഞ്ച്, ബ്ലോക്ക് ഇത് മാത്രം പഠിപ്പിച്ചുകൊണ്ട് കാര്യം. ഒരു കുട്ടിയെ തമ്മിൽ രണ്ട് കുട്ടികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യണം. കാരണം അവർ തമ്മിലിട്ട് ഇടിച്ച് ബ്ലോക്ക് ചെയ്ത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പെങ്ങളിപ്പോൾ ഒരു പഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടത്തേക്ക് ചെയ്താണ് ഇപ്പം ഈ ചെയ്ത് ഇത് ഞാനിത് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തിരിച്ച് മുകളിലോട്ടേക്ക് നിങ്ങൾ അറ്റേക്ക്. അപ്പോൾ നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇതാവും. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ കഴുത്തേക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു സ്ത്രീയെ നിർത്തും, നിങ്ങൾ എന്നെ പെട്ടെന്ന് കഴുത്തിലേക്ക് പിടിക്കാൻ പറ്റും, നിങ്ങൾ പെട്ടെന്ന്. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിലുള്ളൂ ആത്മധൈര്യം. ഞാൻ സത്യം പറയാന്നാൽ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നതിനെക്കാട്ടും മുന്നേ കരാട്ടെ പോലത്തെ ആയോധന കല കുട്ടികളെ പഠിപ്പിക്കണം, പെൺകുട്ടികളെ പ്രത്യേകിച്ച് പുതിയ കാലം. അതെ, അതിനുശേഷം നിങ്ങൾക്ക് ഡാൻസോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൽ ഡാൻസിനെ കുറ്റം പറയാനല്ല. എങ്ങനെയാണ് പറഞ്ഞാൽ നമുക്കൊരു സെൽഫ് ഡിഫൻസ്, നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ്, ശാരീരികവും മാനസികമായിട്ടുള്ള ആത്മവിശ്വാസം ഉയർത്താണ് ഇതിനെ കൊണ്ട് കരാട്ടെ കൊണ്ട് വളരെ. ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നതിന് ശേഷം കുട്ടികളൊക്കെ ധാരാളമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറേ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഇതെല്ലാം നിരന്തരമായിട്ട് മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർക്ക് ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ മനസ്സിനൊരു നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ പല കുടുംബങ്ങളിലും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അണുകുടുംബങ്ങൾ അതിന് ശേഷം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അവരുടെ പെരുമാറ്റ വൈകല്യങ്ങൾ, ശ്രദ്ധക്കുറവ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കരാട്ടെ പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ ഈ മാർഷൽ ആർട്സ് പരിശീലിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഇത് എത്രത്തോളം നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാൻ പറ്റും? കാരണം നമ്മൾ ഒന്നാമത് രക്ഷിതാക്കൾ കുട്ടികളെ വളരെ കെയർ ചെയ്യണം. കാരണം
നമ്മൾ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ അടുത്ത് നമ്മൾ ആ രീതിയിലേക്ക് സംസാരിക്കുകയോ ചെയ്താൽ അവര് അവിടുന്ന് വീട്ടിൽ നിന്നേ വളഞ്ഞു വന്നാൽ പുറത്തെത്തിക്കാൻ അതിൽ കൂടുതൽ ആത്മനിയന്ത്രണം ആരംഭിക്കേണ്ട രക്ഷിതാക്കൾ വീട്ടിൽ നിന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ചെറുപ്പം മുതൽ നമ്മൾ വളർന്നു വരുന്ന വീട്ടിൽ നിന്നാണ് നമുക്ക് എല്ലാ സ്കൂൾ എത്തുന്നതിനെക്കാട്ടും മുന്നേ, നമ്മളിപ്പോൾ LKG UKG വരുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ വീട്ടിൽ നിന്നാണ് അച്ഛനും അമ്മയാണ് നമ്മളെ കോച്ചിങ് ചെയ്യുന്നത്. അവർ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഇന്ന ഇത് ചെയ്യണം, ഇന്ന ആൾക്കാരോട് ഇന്ന രീതിയിൽ പെരുമാറണം എന്ന് സംസാരിക്കുന്നത് വീട്ടിൽ നിന്നാണ് നമ്മൾ. അതാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ആദ്യത്തെ വിദ്യാലയം നമ്മുടെ കുടുംബം, വീട്ടിൽ അച്ഛനും അമ്മയാണ് നമ്മളെ യഥാർത്ഥ ആദ്യത്തെ ഗുരു, അവരാണ്. അവരടുത്താണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങി വന്ന് നമ്മൾ സ്കൂള് ടീച്ചിങ്ങും കാര്യങ്ങളും അതാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കോൺഫിഡൻസ് പ്രത്യേകം കിട്ടും. എൻ്റെ വീട്ടിൽ ഒരു കുട്ടി ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ അവന് പേടിയാണ്. കാരണം ഇരുട് വിളിച്ച് കറണ്ട് വീട്ടിൽ പോയാൽ പലതരം ഫോബിയ. അപ്പൊ ഇവന്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിലേക്ക് പറഞ്ഞാച്ച് അപ്പൊ ഇവൻ കുറെ കളിച്ച് പിന്നെ അവന് പ്രശ്നമില്ല. 6 മണിയായി കഴിഞ്ഞാൽ ഇരുടായാലും അവനിപ്പോ കൂളായിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാവും. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മറ്റുള്ള കുട്ടികളെ അടിക്കാനും പിടിക്കാനും മറ്റുള്ള ഈ രീതിയിലേക്ക് പോക്കും അതൊന്ന് കുറയും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിത് പഠിക്കുമ്പോൾ ഒരു അച്ചടക്കം എന്തായാലും വേണം. കാരണം നമ്മളൊരു മൈൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ഇരുത്താന്ന് പറഞ്ഞാൽ അത് മനസ്സിനെ ഒരു ഏകാഗ്രതയിൽ കൊണ്ടുവരേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കളിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറേ ഇന്നിപ്പോൾ പഞ്ച് പഠിച്ച് ഇതൊക്കെ പഠിച്ചത് അതിങ്ങനെ ഓർത്തിട്ട് കുട്ടികളോട് അങ്ങനെ അപ്പോൾ അതിനൊരു മെമ്മറി പവർ അവർക്ക് കൂടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരാട്ടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വാമപ്പ് ചെയ്ത് അപ്പൊ നമ്മൾ ആദ്യം വാമപ്പ് എല്ലാം ചെയ്ത് പിന്നെ ബോഡിയൊക്കെ ഫ്ലെക്സിബിൾ ആക്കി അതിനുശേഷം നമ്മൾ ആദ്യം തുടങ്ങും പഞ്ച് തുടങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓച്ചയ്ക്ക് ചുതാൻ എന്ന് പറഞ്ഞ പഞ്ച് മിഡിലേക്ക് വരുന്നു, ഫേസിലേക്കുള്ള പഞ്ച്, പിന്നെ താഴോട്ടുള്ള പഞ്ച്, ഇതിൻ്റെ ഒക്കെ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഒരാളിപ്പോൾ നമ്മളെ ഇടിക്കാൻ വരുന്നത് ചെയ്യണം ഈ സോട്ടോ ബ്ലോക്ക് എന്ന് പറഞ്ഞ ബ്ലോക്ക്, ഇത് നമ്മളൊരു ഫേസിലേക്ക് ഒരു പഞ്ച് വരണം. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഇത് വരണം. ഇനിയിപ്പോൾ നമ്മളിപ്പം ഇവിടത്തേക്ക് ഒരാൾ ഒന്നിക്കൽ കാലം കൊണ്ട് കിക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരെ താഴോട്ടേക്ക് ബ്ലോക്ക്, ഇതൊക്കെ ചെയ്ത് പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കിക്കുകളാണ് മായാഗിരി എന്ന് പറഞ്ഞത്, അത് ഫ്രണ്ടിൽ. പിന്നെ കക്കി എന്ന് പറഞ്ഞാൽ ജോക്കോഗിരി എന്ന് പറഞ്ഞ കിക്ക്, അത് അങ്ങനെ ഉള്ള കിക്കുകളിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഇവരെ തമ്മിൽ ഫൈറ്റ് ചെയ്യാനിടാം. അപ്പോൾ കുമിത്ത എന്നാണ് പറയുക. അപ്പോൾ അതൊരു മത്സരമായിട്ടുള്ള രീതിയിൽ അപ്പോൾ ഗ്ലൗസ് ഉണ്ടാവും, ലെഗ് പേഡ് ഉണ്ടാവും, ഹെഡ് പേഡ് ഉണ്ടാവും, ചെസ്റ്റ് പേഡ് ഉണ്ടാവും. മൊത്തത്തിൽ ആ സുരക്ഷയായിട്ടാണ് ചെയ്യിക്കുക കുട്ടികളെ. അപ്പോൾ ഇതിനകത്ത് അവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നില്ല. കാരണം അവർ എപ്പോഴും ചുറ്റുപാടുകളെ കുറിച്ചിട്ട് വളരെ ശ്രദ്ധ അവർ പരിശീലനമാണ് നിരന്തരം. അപ്പോൾ അവരുടെ ശ്രദ്ധ കൂടും, അതുപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയും കൂടുന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുപോകണം. കാരണം ഇന്ന് വന്ന് എനിക്ക് സമയമില്ല, നീ ഇന്ന് പോകണ്ടെന്നല്ല. കാരണം ചിലപ്പോൾ ഒരു ആഴ്ചയിൽ 2 ദിവസമേ ക്ലാസ് കിട്ടുള്ളൂ. ഈ 2 ദിവസം ഈ ക്ലാസ് നിർബന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ടേക്ക്, അതും ദിവസം വീട്ടിൽ നിന്ന് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കാര്യം 2 ദിവസത്തെ പരിശീലനം എല്ലാ ദിവസവും നമ്മൾ അതിനായിട്ട് ഒരു സമയം മാറ്റി വെക്കണം. അപ്പോൾ കുട്ടികൾക്ക് സമയം ഇല്ലെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളെ സമയം ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം. ഇപ്പോൾ പല കുടുംബങ്ങളിലും പണ്ടൊക്കെ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളാണ് രക്ഷിതാക്കൾ പറയുന്നത്. അപ്പോൾ അതും പിന്നെ അച്ചടക്ക കുറവ്, പിന്നെ സമയക്രമം ഇല്ലാത്തത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളെ രക്ഷിതാക്കൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം. അപ്പോൾ അതിന് നമുക്ക് ഇത് എത്രത്തോളം ഗുണകരമാവുന്നുള്ളതാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു, രക്ഷിതാക്കളാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒക്കെ കാരണക്കാർ. കാരണം ഇന്നിപ്പോൾ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണം, നെറ്റ് വേണം. ഈ മൊബൈൽ നോക്കിയിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കുട്ടി രാവിലെ ഒരു കോഴിമുട്ട, ഒരു നേന്ത്രപ്പഴം, ഒരു ഗ്ലാസ് പാല്, ഇത് ഡെയിലി കഴിക്കണം. അപ്പോൾ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ഉച്ചവരെ ഒരു സാധനം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. രണ്ടാമത് വൈകിട്ട് ധാന്യങ്ങൾ, കടല, ചെറുപയർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ അതേപോലെ മുത്താറി, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവരെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുക. കഴിയുന്നതും ഫാറ്റുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കും. കാരണം എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളക്കാർക്ക്, മലയാളീസിന് ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റാമിന കുറവാണ്. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കതച്ച് ഇതായി പോകും. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്നൊരു മാഷ് വന്നിരുന്നു ഒരു 2 വർഷം മുന്നേ. ഇപ്പോൾ തലശ്ശേരി ജഗന്നാഥ ടെമ്പിളിൽ അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് 5 ദിവസത്തെ ക്യാമ്പായിരുന്നു. അതിലാണ് ആ മാഷാണ് പറഞ്ഞത് നിങ്ങളെ ഏറ്റവും നമ്മളെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. കാരണം കണ്ടമാനം ചോറ്,
അതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ചോറ് കുറച്ച് കഴിക്കാം, മറ്റുള്ള ഈ പറഞ്ഞെങ്കിൽ ധാന്യങ്ങൾ, ഈ പറഞ്ഞ പഴം, കൂടുതൽ കഴിക്കാം. കാരണം നമ്മൾ ആ സമയത്ത് നമുക്ക് കുറേ അസുഖങ്ങൾ കുറയും. കാരണം പണ്ട് നമുക്ക് അസുഖങ്ങൾ കുറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ അന്നുള്ള ഇതിൽ കഴിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചെറുപയർ പോയിങ്ങാൻ അതിൻ്റെ ഇതില്ല പോയിട്ട് അതിൻ്റെതായ പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീൻ വായിച്ചാൽ ഈ പ്രോട്ടീനകത്ത് നിന്ന് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിൽ കുറേ മായങ്ങൾ ചേർത്തിട്ടാണ് ഈ പ്രോട്ടീൻ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കടല, ചെറുപയർ, ധാന്യങ്ങൾ ഏറ്റവും ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനം. പിന്നെ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖങ്ങളും വളരെ കുറയും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഇതിൽ അതേപോലെ നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അപ് ഡൗൺ വയറ്റിൻ്റെ കാര്യങ്ങളുണ്ട്. ഒരു പുഷപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ചെസ്റ്റ്, കൈയിൻ്റെ പവർ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ബോഡിയൊക്കെ മൊത്തം ഒന്ന് ഫിറ്റായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ജിമ്മിൽ മസിലുകൾ പെരുപ്പിച്ചു കൊണ്ടുവരുന്ന നമ്മളുള്ള മസിലിനെ ടൈറ്റാക്കാം ഇത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കിക്ക് വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ വയറ് ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ ടൈറ്റായെന്ന് പറഞ്ഞാൽ ബ്രീത്ത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടിയാൽ പെട്ടെന്ന് അറിയില്ല. അതാണ് ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്തൊരു ചവിട്ട് കിക്ക് എന്ന് പറഞ്ഞ സാധനം വയറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല. കാരണം നമ്മൾ ബോഡി ചൂടായി നമ്മൾ അതിൽ കളിച്ച് വരുന്നതുകൊണ്ട്. അല്ലാത്തൊരു നല്ല രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീത്ത് എടുത്ത് നിൽക്കാൻ പാടില്ല. പണ്ടൊക്കെ നമ്മൾ പറയും ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇടിച്ചോന്ന് പറയില്ലേ. ശരിക്കും അത് ഇടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള ഒരാളെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഈ എയർ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും, വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ടാവില്ല. അപ്പോൾ മൂക്ക്, കണ്ണ്, ചെവി, വായ്, മലദ്വാരം ഇത്രയും ഭാഗം കൂടി ഇത് പുറത്തേക്ക് പോകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് നമ്മളെ കാര്യം. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് കരാട്ടയിൽ ഇപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടി ഇവിടെ നിന്നുള്ള ബ്രീത്ത് പുറത്തേക്ക് വരും. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ വയറ് ടൈറ്റ് ആവും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് എന്നാക്കി നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വയറ് ടൈറ്റ് ആകും. കാരണം ഞാനിത് 97 മുതൽ ഈ കുബുഡോ പ്രാക്ടീസ് ചെയ്യണം. 97 2000 എനിക്ക് കുബുഡോയിൽ ഷോഡാൻ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയതായിരുന്നു. കണ്ണൂരുള്ളൊരു മാഷ കീഴിലായിരുന്നു ഞാൻ അവിടെ പഠിച്ചത്. ആദ്യമായിട്ട് കരാട്ടെ പഠിക്കുന്നത് ഞാനിവിടെ മുക്കാളിയുള്ള ഒരു വിനോദ് കുമാർ എന്ന് പറഞ്ഞ ആ മാഷ കീഴിലാണ് പഠിച്ചത്. പിന്നീട് ഞാൻ എൻ്റെ ഗ്രാൻഡ് മാഷായിരുന്നു ആ സമയത്ത് തലശ്ശേരി ഒരു ബാലകൃഷ്ണൻ മാഷ്, മൂപ്പർപ്പ് മരണപ്പെട്ട്. അതിനുശേഷം ഞാൻ 95 കോഴിക്കോട് ഉള്ളൊരു മാഷെടുത്ത് പോയി കുറേ കൊല്ലം മാഷൊക്കെയായാലും അവിടെ നിന്നാണ് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തത്. ഒരു 97-98 കാലഘട്ടത്തിലാണ് ബ്ലാക്ക് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് പിന്നീട് ഇപ്പം ഞാൻ കോട്ടയത്തുള്ളൊരു മാഷകയിലാണ്. JKMO ഷോട്ടോക്കാൻ എന്നാണ് നമ്മൾ സ്റ്റൈലിൻ്റെ പേര്. മൂപ്പര് വേൾഡ് കരാട്ടെ റഫറിയാണ്, കരാട്ടേൻ്റെ റഫറിയാണ്. ഇപ്പോൾ കേരളത്തിൽ കേരള മറ്റേ വേൾഡ് കരാട്ടേൻ്റെ റഫറി ആയിട്ട് ഇപ്പോൾ ഞങ്ങളെ മാഷ് മാത്രമേ ഷാജിയസ് കൊട്ടാരം എന്നാണ് മാഷ വീട്. മാഷ് കോട്ടയത്ത് നീലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാഷ വീട്. ഇപ്പോഴും ഞാൻ മാഷ കീഴിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതും അത് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അസോസിയേഷനുകൾ ഉണ്ടാവും, ബോർഡുകൾ. അതെ അതെ, അതിപ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ ഇത് കരാട്ടേൻ്റെ ഇപ്പോൾ വേൾഡ് കരാട്ടെ ഫെഡറേഷനാണ് ഇതിൻ്റെ ഹെഡ്. അതിൽ നിന്നാണ് നമ്മൾ ഓരോ രാജ്യത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ളത് അതാണ് കിയോ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷനാണ്. കരാട്ടെ ഇന്ത്യ ഓർഗനൈസേഷൻ ആണ് ഇപ്പോഴത്തെ ഇത്. WKFൻ്റെ സർട്ടിഫിക്കറ്റ് ഇവർക്കാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ പിന്നെ കേരള കരാട്ടെ അസോസിയേഷൻ. അപ്പോൾ കിയോൻ്റെ മെമ്പർഷിപ്പ് കേരള കരാട്ടെ അസോസിയേഷൻ എടുക്കണം. അപ്പോൾ അതിനുശേഷം ഡിസ്ട്രിക്റ്റിൻ്റെ ഉണ്ട്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ കരാട്ടെ അസോസിയേഷൻ. അതെ, അപ്പോൾ ഇതിങ്ങനെ ചങ്ങലയായിട്ടേ വരും. അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ ഒരു ടൂർണമെൻറ്റ് കുട്ടികളെ ചെയ്യിക്കുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റിൽ മെമ്പർ ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലേൻ്റെ കരാട്ടെ അസോസിയേഷൻ്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വർഷങ്ങളിൽ ഈ മത്സരത്തിൽ മാറ്റങ്ങൾ വരും. അതായത് ഇപ്പോൾ ഒരു 2 പേര് മത്സരത്തിൽ എന്ന് പറഞ്ഞാൽ റെഡും ബ്ലൂ ആയിരിക്കും. അപ്പോൾ അക്ക ആവോ എന്ന് പറഞ്ഞാൽ അക്ക എന്ന് പറഞ്ഞാൽ റെഡും ആവോ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അപ്പോൾ ഈ റഫറി നിൽക്കുന്ന വലത് ഭാഗത്ത് എപ്പോഴും അക്കയായിരിക്കും ചോപ്പ്, ഇടത് ഭാഗത്ത് ബ്ലൂ ആയിരിക്കും. അപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫൗള് വരും. കാരണം നമ്മുടെ കാലിൻ്റെ ഈ ഭാഗം മുതൽ ഇവിടം വരെ അടിക്കാൻ പാടില്ല, അത് ഫൗളാണ്. രണ്ടാമത് നമ്മളിപ്പോൾ ഒരാളെ ഇടിച്ചിട്ട് ഇങ്ങനെ താഴെ ഇടുകയാണെങ്കിൽ അത് ഫൗളാണ്. ഒരാൾക്ക് പരിക്ക് പറ്റും, നമ്മളിപ്പോൾ ഒരു ഇടിച്ച് അയാൾക്ക് പരിക്ക് പറ്റിയാൽ അത് ഫൗളാണ്. അപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ മത്സരങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 മീറ്ററാണ് നമ്മൾ പറയുന്നത്. അത് 8 മീറ്റർ 7 മീറ്റർ സ്ക്വയറിൽ അതിൽ ആ മാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല ഈ മത്സരം. അതേപോലെ 4 സൈഡിലും
ജഡ്ജിമാരുണ്ടാവും, 2 ഫ്ലാഗ് ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, റെഡും ഉണ്ടാവും. അപ്പോൾ റഫറി എല്ലാം ഇത് കാണണമെന്നില്ല. ഇതുപോലെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നിന്നിട്ട് ഞാനിപ്പോൾ നിങ്ങളെ അടിച്ച് ഒരു പോയിന്റ് ഇവിടെ എടുത്ത്, അപ്പോൾ ചിലപ്പോൾ ഈ റഫറി കണ്ടില്ലെങ്കിലും ഈ ജഡ്ജ് ഫ്ലാഗ് പോകും. അപ്പോൾ ഒരു പോയിന്റ് ആണെങ്കിൽ നേരെ താഴോട്ടേക്കാണ് ഫ്ലാഗ്. ഇപ്പോൾ അക്ക ഒരു പോയിന്റ് എടുത്തെങ്കിൽ പോയിന്റ് ഇവിടത്തേക്കാണ്. ഇനി ഇവിടെ ഭാഗത്ത്, ഈ ഭാഗത്താണ് ഇടി അവാഷികേരി, ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ 2 പോയിന്റാണ്. അപ്പോൾ അത് വസാരിൻ പണ്ടാണ് കൊടുക്കുക 2 പോയിന്റ്. പിന്നെ ഇവിടുന്ന് ശേഷം നമ്മൾ കാല് ഫേസിന് ഇതിന് മുകളിലോട്ടേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ബോൾ ഇപ്പം നിങ്ങൾ തലേൻ്റെ അടുത്ത് വന്ന് ടച്ച് ചെയ്തിരുന്നാൽ 3 പോയിന്റ്. അപ്പോൾ അത് ഫ്ലാഗ് മുകളിലേക്ക്. അങ്ങനെ 3 പോയിന്റുകളാണ് ഇതിൽ കൊടുക്കുക. അതിപ്പോൾ ഫൗള് വന്നു കഴിഞ്ഞാൽ ഫൗള് ഇതിൽ കാണിച്ച്, ഒരു ഫൗളാണ് ചോയ് എന്ന് പറയും, 2ാമത്തെ ചോയ്, 3ാമത്തെ ചോയ്, 4ാമത്തെ വന്നു കഴിഞ്ഞാൽ കൈ കൊണ്ട് അൺസുക്കു എന്ന് പറയും. 5ാമത് ഫൗള് വന്ന അവൻ പുറത്താണ്, ഓനെ മത്സരത്തിൽ അവൻ പുറത്താണ്. അങ്ങനെയാണ് ആ ഫൗള്. അതിപ്പോൾ ഓരോ വർഷത്തിലും ഇവർ WKF റൂൾസ് മാറ്റും, മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം പോയിട്ട് പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ വെറുതെ ട്രെയിനിങ് കൊടുത്ത് അവർ അങ്ങനെ പോവാണ്. അപ്പോൾ ഇതിലും അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ ഈ ട്രെയിനിങ് ഇതിന്റെ മാറ്റങ്ങൾ അവർ മനസ്സിലാക്കി കൊണ്ടേ പോകണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി നമ്മളിപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ആ റഫറി കാണിക്കുന്ന ഫൗള് ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ കുട്ടി പുറത്താണ്. കാരണം നമ്മൾ അത്രയും പൈസയും ചെലവഴിച്ചിട്ട് നമ്മളൊരു ഇതിൽ പോയിട്ട് നമുക്ക് അതിലും പങ്കെടുക്കാൻ പറ്റിയില്ല, നമ്മൾ പുറത്ത് പോയി എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ പഠിപ്പിക്കുന്ന ആ കുട്ടിയുടെ രക്ഷിതാവ് എന്തായാലും നമ്മളോട് ചോദിക്കും, കാരണം എന്തുകൊണ്ട് പുറത്ത് പോയി. അപ്പോൾ നമ്മൾ എന്താ കാണിക്കണം, ആ നിയമം നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റേറ്റ് കഴിഞ്ഞ് നാഷണൽ ലെവലിൽ പോകുമ്പോൾ അപ്പോൾ നാഷണൽ ലെവലിലും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ വേൾഡ് കരാട്ടൻ്റെ ഇപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് 2 പേര് പോയിട്ടുണ്ട്. നമ്മൾ മാഷ റഫറി ആണെങ്കിലും മത്സരത്തിന് പോയിട്ടുണ്ട്. കാരണം ഇത്രയും നമ്മളിപ്പോൾ ദുബായിലാണ് ഇപ്പോൾ നടന്നത്. ദുബായിൽ ഇപ്പോൾ നടന്ന പരിപാടിക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അത്രയും വലിയ പൈസ വരും. അവിടെ എത്തിയിട്ട് നമ്മളിപ്പോൾ ഈ ഫൗള് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഫൗള് കുട്ടി ആടുന്ന് ചെയ്താൽ എന്താവും, ഔട്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഇതിലെ എല്ലാ കാര്യങ്ങളും നോക്കി പോകാം. വരുന്ന മാറ്റങ്ങൾ അത് കുട്ടികൾ എത്തിക്കണം. അതിനനുബന്ധമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ മെഡിക്കൽ എത്തിക്സ്, അതുപോലെ തന്നെ നിയമപാലകരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ എത്തിക്സിനായിട്ട് ഒരു ചെറിയ ഒരു വിഭാഗം തന്നെ ഉണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് കരാട്ടയിൽ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ദോഷമാകുന്ന രീതിയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള എത്തിക്സ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മൾ എന്താ പറയുക പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് വരെ പറയാറുണ്ട്, വീട്ടിൽ പോയിട്ട് അനുജനെയോ ചേട്ടനെയോ അനിയത്തിയോ ആരെയും അനുകരിക്കാൻ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നു ആ സമയത്ത് മാത്രം സ്വയം രക്ഷയ്ക്ക് മാത്രം, അല്ലാതെ വേറെ ഒരു കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ പാടില്ല. അത് നമ്മൾ കുട്ടികൾ മുതലേ പറഞ്ഞ് പഠിക്കുന്നു. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം കുമിത്തെ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് പോയിന്റ് എടുക്കലാണ്, ഇത് പരിക്ക് പറ്റും. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാളെ ഇപ്പൊ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നിക്കലും ടച്ച് ചെയ്യാം, ഇത്ര മാത്രമേ വരാൻ പാടുള്ളൂ. കാരണം കൂടുതൽ ഇടിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പരിക്ക് പറ്റിയാൽ ഇടിച്ച് ജനിക്കാണ് ഫൗൾ. ഇഞ്ചുറി അതിപ്പോ അതിലേക്കാണ് ഇപ്പോൾ WKF റൂൾസ് ആയി ഓരോ വർഷങ്ങളിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് ഇടിച്ചിടണ്ട, അതിലേക്ക് പോകണ്ട എന്നുള്ള ഇതിലാണ്. അപ്പോൾ ഒരു പരിശീലന പരിപാടികളിൽ തന്നെ കൃത്യമായിട്ട് ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം കുട്ടികളിലും എത്തിച്ചേരുന്നുണ്ട്, അവരത് അനുസരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് കാര്യം. പിന്നെ ഒരു ലഹരി പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ പാലിക്കാതെ ഒരു എല്ലാത്തിനും മേലെ ലഹരിയുടെ ഒരു ത്രസിപ്പിക്കുന്ന ഒരു ലഹരിയിലായി പോകുമ്പോഴാണ് ഇവർ ദുരുപയോഗം ചെയ്യുന്നതാണ് പറഞ്ഞത്. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും സ്കൂളുകളിലും അതുപോലെ തന്നെ PT എല്ലാം തന്നെ ഈ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ വന്നപ്പോൾ ഇവിടെ ഒരു ആയോധന കലകൾ പരിശീലിപ്പിക്കുന്ന ഒരു പരിപാടി കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂൾ, ഒരു LP സ്കൂളാണ്, അപ്പോൾ ചുട്ടയിലെ ശീലം ചുടലവലെന്ന് നമ്മളെപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മാർഷൽ ആർട്സ് ചെറിയ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയെന്നുള്ളത് പറയാം. നമ്മൾ ഈ ഒരു വർഷം നമ്മുടെ നെല്ലാച്ചേരി LP സ്കൂളിൽ നമ്മുടെ പാഠ്യേതര പ്രവർത്തനത്തോടൊപ്പം സ്കൂൾ ഏറ്റെടുത്ത ഒരു തനത് പ്രവർത്തനമാണ് കരാട്ടെ പരിശീലനം. പിന്നെ നമുക്കറിയാം ഈ ഒരു കാലത്ത് കുട്ടികൾക്ക് വളരെ അത്യാവശ്യമായ ഒരു കോച്ചിങ്ങാണ് കരാട്ടെ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി ആദ്യമായിട്ട് PTA യോഗം ചേരുകയും PTA രക്ഷിതാക്കളുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു.
ഇപ്പോൾ രക്ഷിതാക്കളുടെ കൂടെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ PTA സഹായത്തോടെയാണ് നമ്മളിവിടെ കരാട്ടെ പരിശീലനം ആരംഭിച്ചത്. നമ്മൾ അങ്ങനെ മുക്കാളിയുള്ള കനകരാജൻ സാറെ കാണുകയും അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കാൻ സമ്മതിച്ചു. ഇതിപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ? ആഴ്ചയിൽ പ്രത്യേക ദിവസങ്ങളിൽ മാത്രം? അല്ല, ആഴ്ചയ്ക്ക് തിങ്കളും ബുധനുമാണ് സാറ് വന്ന് ക്ലാസ് എടുക്കുന്നത്. ഒരാഴ്ചയിൽ 2 ദിവസമാണ്. അതെ. അപ്പോൾ ഈ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളും ഇതിൽ പങ്കാളികളാകുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച്? മുഴുവൻ കുട്ടികളും ഇല്ല, ഏകദേശം ഒരു 75% കുട്ടികൾ നമ്മുടെ സ്കൂളിൽ. അതെ, രക്ഷിതാക്കളുടെ താല്പര്യമാണ് പ്രധാനം. രക്ഷിതാക്കളുടെ താല്പര്യത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്.这是